ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം ഇപ്പൊ താങ്കൾ പുറവശത്ത് നിന്നിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ പറയണതാണ് വിഷ്വലായിട്ട് പുറത്ത് വന്നിട്ട് ഡയറക്ടർ, ഒരു ഏപ്പടം ഡയറക്ടറാണ്, അവരെന്താണ് ഈ പറയുന്നത് അരോചകമായിട്ട് തോന്നി. ഈവൻ എല്ലാവർക്കും അരോചകമായിട്ട് തോന്നിയ ഒരു വിഷയമാണ്. അപ്പോ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിച്ചു എന്നാണ് പല വ്ളോഗേഴ്സും, അതായത് അവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള വ്ളോഗേഴ്സ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ പറയുന്ന കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന അഭിനേതാക്കളുണ്ടല്ലോ, ഇവരിൽ ആരെങ്കിലും തന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ രേണുസുതി ആകട്ടെ, ദാസേട്ടനാകട്ടെ, പ്രജീഷ് എക്സെട്ര നിങ്ങളുടെ നടന്മാര് ആകട്ടെ, അവരിൽ ആരെങ്കിലും തന്നെ ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് ഇത്രയും പറ്റില്ല, ഇത്രയും ഇന്റിമസി പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് ഈ രേണുസുതി അല്ലെങ്കിൽ ദാസേട്ടൻ ഉൾപ്പെടെ ആരെങ്കിലും തന്നെ പറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും ആ സീനിലും ആ ഒരു പറഞ്ഞു കൊടുത്ത സ്റ്റോറിയിലും ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വിഷ്വൽസ്, നിങ്ങളുടെ ആൽബത്തിൽ വരേണ്ടതായ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആൽബത്തിനെ അത് ബാധിക്കില്ലേ? ഇവിടെ വന്നിട്ടുള്ള സീനുകൾ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ആൽബത്തിനെ ബാധിക്കില്ലേ ആ സീനുകൾ പുറത്തു വന്നാൽ? ആൽബത്തിന്റെ വിഷ്വൽ എന്ന് പറയാൻ രണ്ട് ഒരു പോർഷൻ മാത്രം വെളിയിൽ വന്നിട്ടുണ്ട്. ക്ലൈമാക്സും നടുവിലുള്ള സാധനം മാത്രം പുറത്തു വന്നിട്ടുണ്ട്. ബാക്കി വന്നേക്കുന്ന വിഷ്വൽസ് ഒന്നും ആൽബത്തിനോട് സംബന്ധിച്ചിട്ടുള്ള വിഷ്വൽസ് അല്ല. ഓക്കെ, ശരി. അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ 3 ആണുങ്ങള് ഈ രേണുസുതി എന്ന് പറയുന്ന ലേഡീനെ പൊക്കി ഉയർത്തുന്നതും അവിടുന്ന് പൊക്കി ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന, ഒരാളെടുത്ത് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള കുറെ സീൻ വന്നല്ലോ ഒരു കള്ളി ഷാപ്പിൽ വെച്ച്. ആ സോങ്ങും പ്രൊമോഷന് വേണ്ടി എടുത്തേക്കുന്നതാണ്. ആൽബത്തിലുള്ള വിഷ്വൽസ് അല്ല. അത് എന്റെ ഇഷ്ടപ്രകാരം എടുത്തിരിക്കുന്നതല്ല, ആർട്ടിസ്റ്റുകൾ അവരുടെ ഇഷ്ടപ്രകാരം. ശരിക്ക് ആ കള്ളി ഷാപ്പിൽ നടക്കുന്ന സീൻസ്, അതായത് 3 പുരുഷന്മാര്, നായക പുരുഷന്മാര് ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ, ഒരു സ്ത്രീയെ, ഒരു നായികയാണ്, ഒക്കെയാണ്. പക്ഷെ ആ ഒരു സീനില് ആ സ്ത്രീയെ ഈ 3 പുരുഷന്മാരും പൊക്കി ഉയർത്തി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പോലത്തുള്ള ഇതൊക്കെയാണ്. ഇതാണോ ശരിക്കുള്ള പ്രമോഷൻ നിങ്ങളുടെ? ഒരിക്കലും അല്ല. അതല്ല, ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് RJ ലച്ചുവിന്റെ ഇഷ്ടപ്രകാരവും നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിന്റെ ഇഷ്ടപ്രകാരവും, അതായത് ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇങ്ങനെ ക്യാമറമാൻ, ഇങ്ങനെ കുറെ പേരുണ്ടല്ലോ, നിങ്ങളുടെ ഒരു ടീം ഉണ്ടല്ലോ, ആ ടീമിന്റെ ഇഷ്ടപ്രകാരമോ അവരുടെ നിങ്ങളുടെ ഈ ഒരു സ്റ്റോറിയുടെ പ്രകാരം ഉള്ളതാണോ ആ സീൻ? ഒരിക്കലും അല്ല. ആ സീൻ നമ്മുടെ ആൽബത്തിലുള്ളതല്ല. ആ സീൻ അവര് പ്രമോഷന് വേണ്ടി ആർട്ടിസ്റ്റുകൾ തന്നെ സെലക്ട് ആക്കിയ സീനാണ്. അപ്പൊ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം എടുത്തതല്ല, ഡയറക്ടർ പറഞ്ഞിട്ട് എടുത്തതല്ല, നിങ്ങളുടെ ക്യാമറമാനെ എടുത്തതല്ല, ഞങ്ങളുടെ ക്യാമറയിൽ എടുത്ത സംഭവമാണ്. ക്യാമറമാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വിഷ്വലി ഇതിനകത്ത് പകർത്താം എന്ന് പറഞ്ഞെടുത്താണ്. അത് ആർട്ടിസ്റ്റുകളാണ് അങ്ങനെ ഒരു കണ്ടന്റ് അവിടെ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം അവര് തന്നെ. അതിൽ പൂർണ്ണമായിട്ട് രേണുസുതിയുടെ സമ്മതം ഉണ്ടായിരുന്നു, ദാസേട്ടന്റെ സമ്മതം ഉണ്ടായിരുന്നു, പ്രതീക്ഷന്റെ സമ്മതം ഉണ്ടായിരുന്നു, വേറൊരു നായകൻ ഉണ്ടായിരുന്നല്ലോ, അക്ഷയുടെ സമ്മതം ഉണ്ടായിരുന്നു. ശരിക്കും ഈ 3 നായകന്മാരെ വെച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ആരുടെ ആയിരുന്നു? കോൺസെപ്റ്റ് എല്ലാരും കൂടെ ചിന്തിച്ചിരുന്ന, ആലോചിച്ചിരുന്ന, ഗ്രൂപ്പ് ഇട്ട് എടുത്ത തീരുമാനമാണ്. ഇങ്ങനെ ഒരു കണ്ടന്റ് ആരും ഇതുവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ എല്ലാരും ചിന്തിക്കുന്ന പോലെ ഇതൊരു ഏപ്പടും തരത്തിലുള്ള ഒരു സംഭവമല്ല. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കണ്ടന്റ്, അത് നമ്മൾ ഈ പാട്ടിലൂടെ വിഷ്വൽ കാണിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഈ 3 പേരും പ്രണയിക്കുന്ന പോയിട്ടുള്ള ഇടയ്ക്കിടയ്ക്കൊക്കെ സീനുകളിൽ ഒരു 3 പേരും പ്രണയിക്കുന്ന സീൻ ഇല്ല. ഓൾറെഡി പ്രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി ആ ഷാപ്പിലിരിക്കുന്ന മാത്രമേ ഉള്ളൂ. പ്രതീഷിന് വേറെ ലവ് സീക്വൻസ് ഇല്ല. ദാസേട്ടൻ ഓൾറെഡി കല്യാണം കഴിക്കുന്ന ആളാണ് അക്ഷി. പക്ഷെ ഇതിനകത്ത് ഒരു കഥയുണ്ട്, ഒരു സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്, അത്രമാത്രം. കഴിഞ്ഞ നിങ്ങളുടെ മന്ദാരച്ചേല് എന്ന് പറയുന്ന അതിനകത്തും ശരിക്കും പറയുന്ന ഇവരുടെ ഇന്റിമസി സീനുകൾ മാത്രമാണ് കൂടുതലായിട്ട് വിഷ്വൽ ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങൾ ഒരു ബൈറ്റ് കൊടുത്തപ്പോ നിങ്ങൾ അതിനകത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ മറ്റ് ആൽബങ്ങളിൽ പ്രതീക്ഷിക്കുന്ന പോലുള്ള കല്യാണ കണ്ടന്റുകൾ ഒന്നുമില്ല ഇതിനകത്ത്, പക്ഷേ ഇതിനകത്ത് ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റത്തക്ക, നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകത്തക്ക കാഴ്ചകളായിരിക്കും ഇതിലെന്നുള്ളത്. ഇതാണോ കുളിർമയെന്നല്ല അറിയില്ല, പക്ഷെ എന്നാലും ആ കാഴ്ചകളായിരിക്കും എന്ന് പറഞ്ഞു. സെയിം അതേ RJ ലച്ചു തന്നെ ഇതിനകത്തൊരു കല്യാണ കണ്ടന്റ് കൊണ്ടുവന്നപ്പോൾ ഇതിനകത്തല്ല കൊണ്ടുവന്ന, അതിലെ ഞാൻ മന്ദാരച്ചേൽ എന്ന് പറഞ്ഞ വർക്കിനകത്തേം കൊണ്ടുവന്നില്ല. ഇതിപ്പോ കള്ളിപ്പെൺ, ഇതിന്റെ സോങ് അങ്ങനെയാണ്. അതിന്റെ സോങ്ങിനനുസരിച്ച് വേണം നമ്മൾ സ്റ്റോറി കൊടുക്കാൻ, സ്റ്റോറിക്ക് അനുസരിച്ച് വേണം റിയാക്ഷൻസും ആക്ഷൻസും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാ ഇപ്പം ഞാൻ എടുത്തു ചോദിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ, എല്ലാവരുടെയും ഒരു സംശയമാണ്. പുള്ളിക്കാരത്തിയുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു വ്ളോഗർ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ രേണുസുതി ഒന്നും അറിയാത്തൊരു
പൊട്ടിപ്പെണ്ണാണ്, ആരെന്ത് പറഞ്ഞാലും അവര് ചെയ്യും. അതുപോലെ ചെയ്തതാണ് ഇപ്പൊ കാണുന്ന വിഷ്വൽസ് ഒക്കെ. RJ ലച്ചു എന്ന് പറയുന്ന പിന്നെ ഒരു ഡയറക്ടർക്ക് ശരിക്കും ഒരു ഡയറക്ടർ അല്ല, അവർക്ക് അതിനുള്ള കഴിവില്ല. ശരിക്കും ഈ ഡയറക്ടർ ഒരു പടം നിർമ്മിക്കാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് എന്ന് പറയുന്നു.